ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അതാണ്ട് ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പംകിനും പീനട്ടും വെച്ചുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് മത്തനൊന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആ കുരുവും കട്ടിയുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പീനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പോളം പീനട്ട്, അതിലും കുറവായിട്ടാണ് എടുത്തേക്കുന്നത്. അത് തൊലി കളഞ്ഞോ തൊലി കളയാതെയോ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ചൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി പച്ചമുളക് വേണമെങ്കിൽ ഈ സമയം ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇത് പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞ് വരണ്ട. അതാണ് ഈ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കാം. ഇനി ചെറിയ ജീരകമൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തനാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ സവാള, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം നല്ല കുഴഞ്ഞുള്ളൊരു പാകത്തിലും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നല്ല കുഴഞ്ഞുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിക്കാതെ വേവിക്കണേ. വെള്ളം ഒഴിക്കാതെ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പം നല്ല കുഴഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന പോലെ നല്ല കുഴഞ്ഞ് കിട്ടണമെങ്കിൽ ഇതേപോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5-6 മിനിറ്റ് കൊണ്ടാവും. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വെന്ത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഇത്രയും അങ്ങ് കുഴഞ്ഞ് കിട്ടിയത്. അതുമല്ല കുറച്ച് സമയം ഞാൻ വേവിച്ചായിരുന്നു. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ ഇത്രയും അങ്ങ് വേവിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പീനട്ടിൻ്റെ ആ ഒരു മിക്സറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കപ്പയൊക്കെ വേവിച്ച് അതിങ്ങനെ കുഴച്ചെടുത്ത് വെക്കുമല്ലോ, അതുപോലെ ഇരിക്കും കണ്ടാൽ. അപ്പം നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു സൈഡ് ഡിഷ് റെഡിയായി കേട്ടോ. പംകിനും പീനട്ടും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു മധുരവും ഒക്കെ ആയിട്ട് കുറച്ച് എരിവും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് ചൂട് മാറുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് എടുക്കാം. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കണ്ടോ. ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? ചിലർക്ക് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ ഈ മത്തനും കപ്പലണ്ടിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം, ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനി ചൂട് ചോറിനോട് ഇതങ്ങോട്ട് വെച്ചിട്ട് കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മീൻകറി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ മീനിൽ നിന്ന് കുറച്ചങ്ങോട്ട് വെച്ച് നമ്മുടെ ആ ഒരു കറിയും, അതായത് പംകിൻ്റെ ആ ഒരു കറിയും രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.